അല്ല, നമുക്ക് CMRL മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. പ്രതിയാണ്. അപ്പോൾ പ്രതിയാണ്. ഇനി അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കേണ്ടത് അവരെ ബാധ്യത. ഇവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവരുടെ ബാധ്യസ്ഥതയാണ്. പക്ഷേ ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു FIR ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന ആളുടെ മകൾ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ FIR ഇടും. ഇപ്പോൾ നമ്മളൊരു സമരം ചെയ്തൊരു പോയി കഴിഞ്ഞാലും അവിടെ പറയുന്നത് ഇന്ന ആളുടെ മകൻ, സുഗുണൻ മകൻ നിഷാന്ത് ഇന്ന വില്ലേജ് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും FIR ഇടുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ മകളല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം മുഖ്യമന്ത്രിയുടെ പേര് അങ്ങനെ പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുന്നതാണെന്നുള്ള സമീപത്തോടുകൂടി ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി ഇത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാമെന്നുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് CPM-നുള്ളത്. അത് വില പോകില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് 10-17 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ CMRL-ൻ്റെ MD ഉണ്ട്, അതിനകത്ത് ഫിനാൻഷ്യൽ ഓഫീസറുണ്ട്, അവിടുത്തെ ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ഈ കേസ് ഫയൽ ചെയ്തതോടുകൂടി ഇതിനകത്ത് നടത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട്, ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കമ്പനികാര്യ അന്വേഷണ ഏജൻസി ഫയൽ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ, മറ്റ് അഴിമതികൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം തിരിമറി നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ED പോലുള്ള ഏജൻസികളും അതല്ലെങ്കിൽ CBI പോലുള്ള ഏജൻസികൾ വരണം. അത് വരുമ്പോഴാണ് കേരളത്തിൽ ഇതിനേക്കാളും വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്താ? ഇവിടെ PV ആരെന്ന് പറയണം, കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്, രമേശ് ചന്ദ്രയുടെ പേരുണ്ട്, പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ പേരുകളുണ്ട്. ഇതെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. ഇതിനെയാണ് ഭയക്കാൻ പോകുന്നത്, ഇതിനെയാണ് ഭയക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം LDF-ഉം ഒരുപോലെ ഈ വിഷയത്തെ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് അവർ മുൻകൂറായിട്ട് മാത്യു കുഴൽനാടനെ കൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ കേരള ഹൈക്കോടതി പോയത്. വിജിലൻസ് അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ കോടതി വളരെ നല്ലൊരു വിധി കൊടുത്തെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ തള്ളി ഇല്ലെങ്കിൽ ഈ അന്വേഷണം മുകളിലോട്ട് പോകില്ലായിരുന്നു, അവിടെ തീരുമായിരുന്നു. വിജിലൻസ് അന്വേഷിച്ചാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നിട്ട് ഇവിടെ സോളാർ സമരം അട്ടിമറിച്ചതുപോലെ, അല്ലെ സോളാർ കേസ് അട്ടിമറിച്ചതുപോലെ ഇവിടെ അട്ടിമറിച്ചേനെ. എല്ലാ കേസുകളും അവരിവിടെ അട്ടിമറിക്കല്ലേ ചെയ്യുന്നത്, ഒരുമിച്ച് ചേർന്നുകൊണ്ട്. ഈ അട്ടിമറി ഇവിടെ നടന്നേനെ. ഇത് നടക്കാതെ ഇപ്പോൾ ഈ അന്വേഷണം വളരെ നല്ല രീതിയിൽ ഷോൺ ജോർജിനെ പോലുള്ള ആൾക്കാർ ഈ വിഷയത്തെ വളരെ സജീവമായി പഠിച്ചുകൊണ്ട് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഓരോ മുക്കും മൂലയും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്താൻ വേണ്ടി സാധിച്ചത്. ഇത് വരാൻ പോകുന്നത് ഇന്നെപ്പോഴല്ല ഇതിന്റെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി. ഇതിനകത്ത് ആരൊക്കെ പ്രതിയാകും, ആരൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒന്നിച്ച് ഉത്തരം പറയേണ്ട വലിയൊരു കുറ്റകൃത്യമാണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത്. ആരൊക്കെ മാസപ്പടി വാങ്ങിച്ചു, ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പങ്ക് പറ്റിയിട്ടുള്ളത്, മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് BJP മുൻപോട്ട് പോകുന്നത്. ആ അന്വേഷണവുമായി വളരെ ശക്തമായി BJP മുന്നോട്ട് പോകും. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യതയില്ല.